എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹോളിയുടെ തലേ ദിവസമാണ്. ഇന്നാണ് ദഹൻ നടക്കുന്ന ദിവസം. അപ്പോൾ നമ്മൾ രാത്രിയിൽ ദഹൻ ചെയ്യാനായിട്ടൊക്കെ എല്ലാവർക്കും ഇങ്ങനെ വറവും കച്ചിയും അതും ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി പൂജ ചെയ്യും. പൂജ ചെയ്യുന്നതിനകത്ത് നമ്മൾ വെള്ളം കൊണ്ടുപോകണം, വെള്ളം ഒഴിക്കണം, പിന്നെ വിളക്ക് വെച്ചിട്ട് പൂജ ചെയ്യണം, അഗർബത്തി വെച്ചിട്ട് പൂജ ചെയ്യണം, പിന്നെ ഹൽദി കുങ്കുമിട്ട്, പിന്നെ നമ്മുടെ അഗർബത്തി ഇട്ട്, പിന്നെ റൈസ് ചാവലിട്ട്, പിന്നെ നമ്മൾ അന്ന് രാത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് പൂരം പോളിയും പപ്പടം ഉണ്ടാക്കും. പപ്പടത്തിൻ്റെ മാല കെട്ടിയിട്ട് ഇങ്ങനെ ദഹൻ ചെയ്യുക ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിനകത്തിടും. പിന്നെ നമ്മൾ പപ്പടം ഇങ്ങനെ ഭോഗ് ചടായിക്കുമെന്ന് പറയും, അത് നമ്മളും ചെയ്യാറുള്ളതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്യുമ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ പായസമോ ഒക്കെ ഉണ്ടാക്കി, ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഭഗവാനെ നിവേദിക്കത്തില്ലേ, അതേ കണക്ക് നിവേദ്യമായിട്ട് ഇവർ കൊടുക്കുന്നത് അന്ന് രാത്രിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. ചിലവർ ചപ്പാത്തി കൊടുക്കും, റൈസ് കൊടുക്കും, സബ്ജി ഇടും, അങ്ങനെ പല ടൈപ്പിലുള്ള കാര്യങ്ങളിടും. ഞാൻ എന്തായാലും അതൊന്നും ചെയ്യുന്നില്ല. കാരണം നമുക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. മെയിനായിട്ടും ചപ്പാത്തി ബാജിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഇങ്ങനെ ഭോഗ് കൊടുക്കുക, അതൊന്നും നമ്മുടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്, വിളക്ക് കൊണ്ടുപോയിട്ട് ആരതി ചെയ്തെടുക്കും, പിന്നെ അഗർബത്തി കത്തിച്ച് ഹൽദി കുങ്കുമൊക്കെ ഇട്ടിട്ട്, പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ഒരു മാലയും മേടിച്ചുകൊണ്ട് പോയിട്ട് മാലയിട്ട്, പിന്നെ ഒരു നാളികേരം നമ്മൾ അതിലേക്ക് തീക്കുണ്ടത്തിലേക്ക് ഇടണം. ഞാനിങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനും ഇതിവിടെ വന്നിട്ട് ഇവർ ചെയ്യുന്നതൊക്കെ കണ്ട് പഠിച്ച് ചെയ്തതാണ്. അല്ലാതെ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, ഹോളിയുടെ ആഘോഷവും ഹോളിയൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ കളറൊക്കെ വെച്ചിട്ട് കളിക്കുന്നു, ഹോളിയൊക്കെ കളിക്കുമായിരിക്കും. ഇതേ നോക്കി ആണുങ്ങളും ചെയ്യും പെണ്ണുങ്ങളും ചെയ്യും. അപ്പോൾ ഞാൻ ധനുഷിനെയും കൊണ്ടും ചെയ്യിച്ചു. ഏട്ടനും വന്നായിരുന്നു, പക്ഷേ ഏട്ടൻ ഇങ്ങനെയൊന്നും ചെയ്തില്ല. എന്നാലും ഞാൻ ധനുഷിനെയും കൊണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യിച്ചായിരുന്നു. ഇതാ അവരുടെ ഭോഗ്, അതായത് നിവേദ്യമായിട്ട് അവിടെ വെച്ചേക്കുന്നത്. നമ്മൾ പല ആൾക്കാരുമുണ്ട്, നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സാരിയുടെ തുമ്പ് നമ്മുടെ തലയിലോട്ട് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടണം. പക്ഷെ ഞാനങ്ങനൊന്നും ചെയ്തില്ല, എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ എന്നിട്ട് നമ്മളിങ്ങനെ പിള്ളേരും എല്ലാവരും ഇങ്ങനെ നമസ്കരിക്കുകയൊക്കെ ചെയ്യും. ഇത് അവിടെ ഒരുക്കി വെച്ചേക്കുന്നത് ഭോഗ്, വിളക്ക്, പിന്നെ തൊട്ട് തൊഴുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനിതിൻ്റെ സ്റ്റോറി ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനേതായാലും എൻ്റെ സ്റ്റോറി പറയുന്നില്ല. ഇവർ നിവേദ്യം വെച്ചതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി തീ കത്തിക്കും. തീ കത്തിക്കുന്നത് ആണുങ്ങളാണ്. എല്ലാവരും കൂടെ വന്നിട്ട് തീ കത്തിക്കും. ഓരോരുത്തർ വന്ന് പൂജ ചെയ്യുന്നതേ ഉള്ളൂ. ഞാനപ്പം നേരത്തെ പോയിട്ട് പൂജ ചെയ്തായിരുന്നു. സാരിയൊക്കെ കൊടുത്തുകൊണ്ടാണ് പോയത്. എല്ലാവരും സാരി എടുക്കും, അത് ചുരിദാറിടുന്നവരും ഉണ്ട്. ഇവരിടുന്നത് ഹൽദി കുങ്കും റൈസ് ഇടുകയാണ്. നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് നമ്മുടെ നെറ്റിയിലും തൊടും. അങ്ങനെയൊക്കെയാണ് ഇവരുടെയൊക്കെ ഓരോ പൂജയുടെ രീതിയൊക്കെ. എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഇതിനെയും കാട്ടി ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് കണ്ട മാല ഇട്ടേക്കുന്നുണ്ട, അത് നമ്മൾ പപ്പടം കൊണ്ട് മാല ഉണ്ടാക്കിയിടും. നമ്മുടെ റൈസിൻ്റെ പപ്പടം, അരി വെച്ചിട്ട് പപ്പടം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് അത് ഇതിനകത്ത് മാലയായിട്ടിടും. പിന്നെ പൂ വെച്ചിട്ടുള്ള മാലയിടും. പിന്നെ അതായത് പഞ്ചസാര വെച്ചിട്ട് ഒരു സ്വീറ്റ് ഐറ്റവും വയ്ക്കും. എന്നിട്ട് അത് വെച്ചിട്ടും മാല ഉണ്ടാക്കിയിടും. ഈ സമയത്ത് അതൊക്കെ മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും. അങ്ങനെ അതെല്ലാം ചെയ്യുവാണ്, പൂജ ചെയ്യുവാണ് എല്ലാവരും. കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ നടന്ന് വെള്ളം ഒഴിച്ച് തീ തണുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് ഇത് തണുപ്പിച്ച് കൊടുക്കണം. പക്ഷേ ഇങ്ങനെ തീ കത്തുമ്പോൾ അടുക്കലോട്ട് പോകാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര
ചൂടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും പറഞ്ഞു അതൊന്ന് ശാന്തമാവട്ടെ, തീ ഒന്ന് ശാന്തമായതിനു ശേഷം വെള്ളം ഒഴിച്ച് തണുപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലായിടത്തും വളരെ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ സൊസൈറ്റി വലുതല്ലേ, അപ്പോൾ അതുകൊണ്ട് വലുതായിട്ടുണ്ടാക്കുന്നത്. വലുതായിട്ടൊക്കെ ഉണ്ടാക്കുന്നത് വലിയ ഇങ്ങനെ കോളനികളിലും ഒക്കെയാണ് വലുതായിട്ടുണ്ടാക്കുന്നത്. നമ്മളെല്ലാ വർഷവും ഇങ്ങനെ ഇത്രയും വലുതായിട്ട് തന്നെ ഉണ്ടാക്കും. ഒരുപാട് വിറകൊക്കെ വയ്ക്കുമ്പോഴത്തേനും ഇങ്ങനെ വലുതായിട്ട് വരും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വലുതായിട്ട് തന്നെ ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വലുതായിട്ട് ഉണ്ടാക്കാം. കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരും ചെയ്യും ഇത് വളരെ ചെറുതായിട്ട്. വീട്ടിലൊക്കെ ഇങ്ങനെ ബംഗ്ലാവിലൊക്കെ താമസിക്കുന്നവരായാലും വീട്ടിൻ്റെ മുന്നിൽ വളരെ ചെറിയ രീതിയിൽ ഇങ്ങനെ തീയൊക്കെ കത്തിച്ചിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് ചെയ്യും. എന്നാലും ചെയ്യും എല്ലാവരും. അപ്പോൾ ഞാനും എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഇവിടെ വന്നിട്ട് ഇവരുടെ ഇത് കണ്ടിട്ട് എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറേ വർഷമായിട്ട് ഞാനും ഇത് ചെയ്യാറുണ്ട്. പക്ഷേ നാളെ ഹോളി കളിക്കുന്നത് ചിലപ്പോഴേ കളിക്കത്തുള്ളൂ. അത് ഈ കളർ പൊടി വെച്ചിട്ടുള്ള കളിയല്ലേ, അതുകൊണ്ട് കളിന്നപ്പോഴത്തെ കളറെല്ലാം കെമിക്കലായിട്ടുള്ള കളറൊക്കെ അല്ലേ, അതുകൊണ്ട് കളർ വെച്ചിട്ടൊന്നും അധികമായിട്ട് കളിക്കത്തില്ല. പക്ഷേ ഹോളിയുടെ തലേന്നുള്ള ഈ പൂജ ഞാൻ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അപ്പോൾ തീയൊന്ന് ശാന്തമായപ്പോഴത്തേന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചുറ്റിനും വെള്ളം ഒഴിച്ച് തണുപ്പിക്കുന്നുണ്ട്. ചിലവരൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അന്നേരം അവരൊക്കെ ഇങ്ങനെ ഭോഗ് അതിനകത്തേക്ക് ഇടുമായിരുന്നു. അതായത് നമ്മുടെ നിവേദ്യം അതിലേക്ക് ഇടുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാളികേരം ഉണ്ടാവും, പിന്നെ ഭക്ഷണ സാധനങ്ങളുണ്ടാവും. അങ്ങനെ അതൊക്കെ നിവേദ്യമായിട്ട് ഇതിലേക്ക് ഇടുവാണ്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുമുണ്ട്. ഇതിൻ്റെ അടുക്കലോട്ട് പോകാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടായിട്ടിരിക്കുക. പക്ഷേ ഇത് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് താഴെയൊക്കെ വീണിട്ടുണ്ട്. സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ കാലെല്ലാം പൊള്ളും. ഒന്നാമതേ ചൂട്, അതിൻ്റെ കൂട്ടത്തിൽ തീയും കൂടെ ഇങ്ങനെ കത്തുമ്പോഴത്തേന് ഭയങ്കര ചൂടാണ്. എന്നാലും പക്ഷേ ചെയ്യണമല്ലോ, എല്ലാത്തിനും അതിൻ്റേതായ ഒരു രീതിയല്ലേ. അതിൽ നമുക്ക് കാലാവസ്ഥയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചെയ്യുവാണ്. ഇനിയിപ്പോൾ ധനുഷിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ദേ നോക്കൂ എല്ലാവരും ചെയ്യുന്നുണ്ട്, നീയും പോയി ചെയ്യാൻ പറഞ്ഞു. ഏട്ടൻ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദേ വരുന്നു, ധനുഷും വരുന്നുണ്ട് അവിടെ നിന്ന്. ധനുഷിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എല്ലാം. എല്ലാവരും പറയുമായിരുന്നു ഭയങ്കര ചൂട്, ഭയങ്കര പുക എന്നൊക്കെ പറയുമായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് ആർക്കും ഈ തീയുടെ ചൂടും ഒന്നും ഒരു പരിചയമില്ലല്ലോ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുപ്പിൽ തീ കത്തിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊക്കെ നല്ല പരിചയമാണ്. ഇപ്പം നമ്മൾ പിന്നെ പൊങ്കാല ഇടുമ്പം തന്നെ നമുക്ക് അതങ്ങോട്ട് സാധില്ല. ആ തീയുടെ ചൂടും പുകയും ഒന്നും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണോ? അത് ശീലമില്ലാത്തതുകൊണ്ടാണ്. പണ്ടുള്ളവർക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ ഞാനും വെള്ളം ഒഴിച്ചു. പക്ഷേ 5 പ്രാവശ്യമാണ് ഇങ്ങനെ കറങ്ങി വെള്ളം ഒഴിക്കേണ്ടത്. പക്ഷേ ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരും ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നിർത്തി. കാരണം പറ്റുന്നില്ലായിരുന്നു, 5 പ്രാവശ്യമൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ നിർത്തി. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഫോട്ടോ സെഷനാണ്. റീൽസ് എടുക്കാമെന്ന് പറയുന്നുണ്ട്, ഫോട്ടോസ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിന്നിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ റീൽസ് എടുക്കാമെന്ന്. അങ്ങനെ എല്ലാവരുടെയും ചർച്ച നടക്കുവാണ് ഇപ്പോൾ ഇവിടെ. എന്തായാലും കുറച്ച് റീൽസൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു, റീൽസ് എടുത്തു. എല്ലാവരും സാരിയിലുള്ളവർ, ചുരിദാറിട്ടവരും ഉണ്ടായിരുന്നു. പക്ഷേ ചുരിദാറിട്ടവരൊന്നും ഇപ്പോൾ ഫോട്ടോയ്ക്കകത്ത് ഇതിനകത്ത് വന്ന് നിന്നില്ല എന്ന് തോന്നുന്നു. എല്ലാവരും സാരിയിലുള്ളവർ മാത്രം. നല്ല രസമുണ്ടല്ലേ? അതിപ്പോൾ തന്നെ നോക്കൂ, എന്താ തീക്കാനെല്ലാം നോക്കൂ. ഇപ്പം ഇത്രയും ദൂരം നിന്നിട്ട് തന്നെ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിന്നെടുത്ത ഫോട്ടോകളാണിതൊക്കെ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഹോളിയുടെ പൂജ കഴിഞ്ഞു. നാളെയാണ് ഇനി കളർ വെച്ച് കളിക്കുന്ന ഹോളി. ഇന്നിപ്പോൾ രാത്രിയിലെ ദഹൻ അത് കഴിഞ്ഞു. എത്ര പേരുണ്ടായിരുന്നു, എന്ത് ഉയരത്തിലാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ നെറ്റിയിരിക്കും നോക്ക്. നമ്മുടെ ഹോളിയുടെ ഇത് ഇങ്ങനെ കത്തിക്കുന്ന അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഹൽദി കുങ്കുമം ഇട്ട് കൊടുക്കും. അതുകൊണ്ടാണ് നെറ്റി ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും ഹൽദി കുങ്കുമം എടുത്ത വീഡിയോ എടുത്തായിരുന്നോ? എടുത്തില്ല. ഇതാണ് ഹോളിയുടെ ഭക്ഷണം. ഇത് പപ്പട്, ഇത് റൈസിൻ്റെ, അതായത് അരിയുടെ പപ്പടമാണെന്ന് തോന്നുന്നു.
ഇതെന്തിന്റെ പപ്പടമായിരിക്കും? എന്തിൻ്റെയൊക്കെയോ ആ പപ്പടം. ബൗളിലെ കറിയാ പപ്പടമല്ല. ഇത് പൂരം പോളിയുടെ കറി. ഇതും ദാല് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയാ. വേണമെങ്കിൽ ഒന്ന് കഴിക്കടാ. ഇപ്പൊ വേണ്ട. കുറച്ച് സമയം കഴിച്ചു. പൂരം പൊളിയും വന്ന് എല്ലാ വർഷവും വരുന്നതാ, കൊണ്ടുവരും. ഇത് കണക്ക് നമ്മളും കൊടുക്കാനുണ്ട്. നമ്മളെ വിശേഷ ദിവസം നമ്മള് കൊടുക്കാറുണ്ട്. അല്ല, നമ്മളും ചിലപ്പോ കൊടുക്കാനുണ്ട് പൂരം പൊളി. പൂരം പൊളിയാ? പൂരം പൊളി ഞാൻ ഉണ്ടാക്കത്തില്ല. ഉണ്ടാക്കുന്ന അത്ര സക്സസ് ആയിട്ടില്ല. ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത്ര സക്സസ് ആയിട്ടില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഫെസ്റ്റിവലിന് ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. ഹോളി ഒന്നും നമ്മുടെ ഫെസ്റ്റിവൽ അല്ലല്ലോ. പഴംപൂരി, പിന്നെ എന്തുവാ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഹോളിയുടെ വളരെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഹോളി കളിക്കുന്നത് ഒരുപാടൊന്നും കളിക്കുന്നില്ല, പിള്ളേർക്കെല്ലാം പരീക്ഷയാ. നിനക്ക് പരീക്ഷ? നീ കളിക്കാൻ പോന്നാ നാളെ? പോകുന്നില്ല. അപ്പോൾ നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.